എടോ, ലൈഫ് അങ്ങനെയാണ്. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളിൽ കംഫർട്ട് സോണിലിരുന്നുവെങ്കിൽ ഒരുപക്ഷെ എൻ്റെ പൊട്ടൻഷ്യൽ ഞാൻ മനസ്സിലാക്കില്ലായിരുന്നു. പണ്ടൊക്കെ ഞാൻ എൻ്റെ പൊട്ടൻഷ്യലിനും സ്കിൽസിനും ഒരൊക്കെ പരിധി വെച്ചിരുന്നു. അത്രേ പറ്റൂ എന്ന് വിചാരിച്ചു. പക്ഷേ ഇന്ന് അങ്ങനെയല്ല. സ്വപ്നങ്ങൾ ഒരുപാട് കാണുമെങ്കിലും അതെങ്ങനെ അച്ചീവ് ചെയ്യണമെന്ന് ഒരു ധാരണയുണ്ടായിരുന്നില്ല. പക്ഷേ ഇന്ന് അതിൻ്റെ ഒരു ഫ്ലോ നന്നായി വന്നു കഴിഞ്ഞു. ഇനി എന്തും എവിടെയും എങ്ങനെയും നമുക്ക് പിടിച്ചു നിൽക്കാൻ പറ്റും. ഏത് സാഹചര്യവും ഫേവറബിൾ ആക്കാനുള്ള ഒരു കോൺഫിഡൻസും ഒരു മെൻ്റൽ സ്റ്റെബിലിറ്റിയും ഈ കുറച്ച് വർഷങ്ങളായി ലഭിച്ചിട്ടുണ്ട്. പിന്നെ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിൽ കുറച്ചധികം മിക്സഡ് ഇമോഷനിലൂടെയാണ് കടന്നുപോയെങ്കിലും ഇന്നലെ അതിൻ്റെ പീക്കിലെത്തിയിട്ടുണ്ടെങ്കിലും ഒരു മെഡിറ്റേഷനും പ്രയറും കൊണ്ടും തീരാവുന്ന പ്രശ്നങ്ങളെ ഇന്ന് എൻ്റെ ലൈഫിലുള്ളൂ എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഇന്നലത്തെ ദിവസത്തേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ അത് അത്രയും ഇമോഷണൽ ആകേണ്ടിയിരുന്നില്ല എന്നുള്ളൊരു തോന്നലും കൂടെയുണ്ട് കേട്ടോ. വരാൻ പോകുന്ന മാറ്റങ്ങളെ അവസരമായി കാണാനാണ് ഇന്ന് ആഗ്രഹിക്കുന്നത്. ഒരുപക്ഷെ ഇന്ന് ഞാൻ നിൽക്കുന്ന കംഫർട്ട് സോണിനും മുകളിലായി നല്ലൊരു ജോലിക്ക് അപ്ലൈ ചെയ്യുവാനും നല്ല സാലറിയോട് കൂടി ഒരു സ്പോൺസർഷിപ്പ് കിട്ടുവാനുമാണ് ദൈവഹിതമെങ്കിൽ അങ്ങനെ പോട്ടെ. ഇനി അതിനും അപ്പുറം ഞാൻ ചിന്തിക്കാവുന്നതിനും അപ്പുറമുള്ള പ്ലാനുകളുണ്ടെങ്കിൽ അതിനും ഞാൻ റെഡിയാണ്. ഇനി എൻ്റെ അതേ ഫേസിലൂടെ കടന്നു പോകുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ കുറച്ച് വർഷങ്ങൾക്ക് ശേഷം നമ്മൾ തിരിഞ്ഞു നോക്കുമ്പം ഞാൻ ഇത്രയും സ്ട്രഗിൾ ചെയ്തിട്ടും ഞാൻ അത് അച്ചീവ് ചെയ്തു എന്ന് പറയാൻ നമുക്ക് എല്ലാവർക്കും ഒരു അവസരം ഉണ്ടാവും. നമുക്ക് കാത്തിരിക്കാം.